ഞാൻ നിന്ന് നിന്നടാ ഞാൻ നിന്ന് അല്ല ഇന്ന് തെറിച്ച് റോഡി വീഴും. അത് എന്താണെന്ന് കാണാൻ പക്ഷേ നല്ല ഫ്ലേവർ എല്ലാം ഉള്ള 30 മിനിറ്റ് 30 മിനിറ്റ് കാണാനുള്ള സ്ഥലമുള്ളതാണ് പറഞ്ഞത്. ഈ മഞ്ഞത്ത് മനുഷ്യൻ കിടുങ്ങി നടക്കുന്ന അനീഷ് ഭയങ്കര വീഡിയോയിലാണ്. അയ്യോ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയ ഒറിജിനൽ വോയിസ് കൊടുക്കുന്നില്ലെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇവിടെ ഭയങ്കര സ്പീക്കർ വെച്ചേക്കുന്നുണ്ട്, ഭയങ്കര വോളിയമാണ്. അപ്പോൾ അതിനകത്ത് കോപ്പിറൈറ്റ് വീഴും. അതിൻ്റെ പേരിൽ ഞാനത് മ്യൂട്ട് ചെയ്തിപ്പോൾ ഉണ്ട്. എന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നോർമലി നമുക്ക് ഇവിടെ അവർ പറയുന്നത് ഈ ടൈമിന് എല്ലാ വർഷവും വെയിൽ ഭയങ്കരമായിട്ട് നല്ല അത്യാവശ്യം ഇവിടെ വെയിലായാലും മഴയായാലും നമ്മുടെ ഈ ക്ലൈമറ്റ് അനുസരിച്ച് മൂന്നാറിൽ എങ്ങനെയാണോ അത്യാവശ്യം നല്ല തണുപ്പില്ലേ ആ ഒരു ക്ലൈമറ്റ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. നിൽക്കാനാവട്ടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ മഴയുടെ കാര്യം നമുക്ക് കുട പിടിച്ച്, പക്ഷെ തണുപ്പുണ്ടല്ലോ, തണുത്ത കാറ്റാണ്. അപ്പോൾ ചുണ്ടും എല്ലാം പൊട്ടും. ഈ ടൈം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വെയിൽ വന്നിട്ട് പക്ഷേ അത്യാവശ്യം തണുപ്പുള്ള സ്ഥലം. പക്ഷേ ഇപ്പോഴത്തെ ടൈമിന് അവർക്കും അറിയത്തില്ല എന്ത് പറ്റുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് എല്ലായിടത്തും ചേഞ്ച് ആണല്ലോ, ആ ഒരു സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ അയക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിൽക്കുന്നത്. അല്ല ഇവിടെയൊക്കെ സാധാരണ പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ട് പക്ഷേ ഇവിടെ ഇരിക്കാൻ പോയിട്ട് നമ്മൾ ഇപ്പം ഓരോരുത്തരൊക്കെ കോട്ട് മഴക്കോട്ട് റെയിൻകോട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് യൂസ് ചെയ്തിട്ട് പോലും രക്ഷയില്ല. കാറ്റിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മുന്നോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. എന്തൊക്കെയാലും ഇന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തോട്ട് വരും, അത്രയേ ഉള്ളേ. ഇതിലേക്കിടയ്ക്ക് നടക്കുമ്പം ഇതൊക്കെ ഇതിൻ്റെ ഒരു ചുമ്മാ ബാക്കിയൊന്ന് ടൈലൊക്കെ പൊട്ടിച്ച് വെച്ചേക്കോ തോന്നുന്നത്. രസമുണ്ട് സംഭവം, അടിപൊളിയാണ്. ഈ വീഡിയോ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഹെവി ഫേമസ് ആണ്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫേമസ് ആയിട്ട് സ്ഥലം. പക്ഷേ മഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കയറുമ്പോൾ ഇവിടെ ഫുഡ് ഫ്രീ ഉണ്ട് കേട്ടോ. ഫുഡ് ഈ ഫ്രീ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ്. പക്ഷേ ഈ ഭൂമിയുടെ അടിയിലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയേക്കുന്ന കേബിൾ കാർ തിരിച്ചു പോകണ്ടായോ, അതിൻ്റെ ഉള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേബിൾ കാറിനകത്ത് കയറാൻ പോവാണ്. ബാക്കി കേബിൾ കാറിൻ്റെ വിശേഷങ്ങൾ വോയിസിൽ പറയുന്നുണ്ട്. പറഞ്ഞോ ഇല്ല, എന്തായാലും കേട്ട് നോക്കാം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ ഈ പറയുന്ന കാറാണോ? ആ കിടക്കുന്ന രാമഭദ്രന്റെ ഏലം തോട്ടമാണ്. ആ പോകുന്ന ഓരോ സാധനങ്ങളും അവിടത്തേക്ക് കൊണ്ട് ഇവിടെ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കഞ്ചാവ് തോട്ടമാണ് ഫുള്ള്. ഇവിടെ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തേക്കാണ്. കേബിൾ കാറിന്റെ ഇതുണ്ടെന്നോ 1 2 3 ഇത് ഞാൻ ഇതിങ്ങനെ കറങ്ങിയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് വന്നല്ലോ. 3 വെയിലാണ്, പാത്ത് വെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ താഴോട്ട് അപ്പോൾ വന്ന പോലെ കേബിൾ കാറിനകത്ത് തന്നെ മുകളിൽ കയറിയിട്ട് നമ്മളെല്ലാ സ്ഥലങ്ങളും കണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പ് മഴയൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര നടക്കാൻ നല്ല ഇത് വേണം. നല്ല രീതിയിലൊക്കെ നടന്ന് ഒടിഞ്ഞു വാരി നമ്മളെങ്ങനെങ്കിലും ഇനി താഴെ എത്തുക ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നടന്നാണ്. പിന്നെ അത് 3-4 കേബിൾ കാർ നമ്മൾ മാറിയും തിരിഞ്ഞും ഒക്കെ കയറിയിട്ട് വേണം താഴെ എത്താൻ. അപ്പോൾ അങ്ങനെ നമ്മൾ താഴെ എത്തുക. ഇനി അടുത്തൊരു വീഡിയോ, ഇനി എങ്ങനെയാണ് റൂമിൽ പൊട്ടാൽ കയ്യെല്ലാം തണുക്കുന്നത്. ബായ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്താൻ പോകുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ